truth. അഞ്ചാം ദിനവും ഘോരയുദ്ധം അതിരൂക്ഷമായി തന്നെ തുടരുന്ന വാർത്തകളാണ് മധ്യപൂർവേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അതീവ നിർണായകമായിട്ടുള്ള ചില വാർത്തകൾ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്പം മുമ്പ് നടന്ന ഏവരെ ഞെട്ടിച്ച ഒരു സംഭവ വികാസം. അതിൽ ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ, ഇറാൻ നേവിയുടെ പക്കലുള്ള ഒരു യുദ്ധക്കപ്പൽ ഐറിസ് ഡിന എന്ന് പറയുന്ന ആ ഒരു യുദ്ധക്കപ്പൽ, അതിനു നേരെ ഒരു അന്തർവാഹിനിയുടെ ഒരു ആക്രമണം ഉണ്ടായതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീലങ്കൻ സർക്കാരും ശ്രീലങ്കൻ ഭരണകൂടവും അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഏകദേശം 100ഓളം പേർ ആ ഒരു ആക്രമണത്തിൽ കാണാതായതായും പറയുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും പറയുന്നുണ്ട്. ഓർക്കുക, ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അധികം അകലെയല്ല. ഇന്ത്യൻ മഹാസമുദ്രം ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിക്കുള്ളിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഏകദേശം ഇന്ന് രാവിലെ 5 മണിയോടുകൂടി, ശ്രീലങ്കൻ സമയം 5 മണിയോടുകൂടി തന്നെയാണ് ഈ കപ്പലിൽ നിന്നും ഒരു അപായ സിഗ്നൽ അല്ലെങ്കിൽ ഒരു സന്ദേശം ശ്രീലങ്കൻ നാവികസേനയ്ക്ക് ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം പുറലോകം അറിയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു അന്തർവാഹിനിയിൽ നിന്നും വന്ന ആക്രമണത്തെ തുടർന്നാണ് ഈ ഇറാന്റെ യുദ്ധക്കപ്പലിന് നേരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയത്. ഐറിസ് ഡിന എന്ന് പറയുന്ന ഇറാന്റെ ഒരു യുദ്ധക്കപ്പലിന് നേരെയാണ് ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പക്കലുള്ള F-35 ആ ഒരു യുദ്ധവിമാനം ടെഹ്റാന്റെ മുകളിൽ വെച്ച് ഇറാന്റെ തന്നെ യാക് 130 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു എയർ ടു എയർ കോമ്പാക്ട് ഇത് ആദ്യമായിട്ടാണ് നടത്തുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നതനുസരിച്ച് ഈ F-15 ആദ്യമായിട്ടാണ് ഒരു F-15 ഫൈറ്റർ ജെറ്റ് ആകാശത്ത് വെച്ച് തന്നെ മറ്റൊരു യുദ്ധവിമാനത്തെ ഇത്തരത്തിൽ വെടിവെച്ച് വീഴ്ത്തുന്നത്. അതായത് മനുഷ്യൻ തന്നെ അത് പ്രവർത്തിപ്പിക്കുന്ന ഒരു പൈലറ്റ് ഓടിക്കുന്ന മറ്റൊരു യുദ്ധവിമാനത്തെ ആദ്യമായിട്ടാണ് ഒരു F-15 യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തുന്നത്. ഇസ്രായേലിന്റെ വ്യോമസേന ചരിത്രത്തിൽ ഇത് 40 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ആകാശത്ത് വെച്ച് തന്നെ തങ്ങളുടെ തന്നെ ഒരു യുദ്ധവിമാനം ഉപയോഗിച്ച് മറ്റൊരു ശത്രു രാജ്യത്തിന്റെ യുദ്ധവിമാനത്തെ തകർത്ത് വിടുന്നത്. 1985 നവംബർ 24 ഇതിനു മുമ്പ് ലെബനോന്റെ ആകാശത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെബനോനിലെ ലിഥാനി നദി, തെക്കൻ ലെബനോനിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ലിഥാനി നദി എന്ന് പറയുന്ന ആ നദിയുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ജനങ്ങളോട് അതിന്റെ വടക്കൻ മേഖലയിലേക്ക് പോകുവാൻ ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം വലിയ രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടിയിട്ട് ലെബനോനിൽ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. മാത്രമല്ല, ലെബനോനിൽ ഇപ്പോൾ ഇസ്രായേൽ സേന ഏകദേശം അതിർത്തിയിൽ നിന്നും 6 കിലോമീറ്റർ ലെബനോന്റെ ആ പ്രദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്, നിർണായകമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് വാർത്തകൾ സ്ഥിരീകരിക്കാമെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അത് അരങ്ങേറിയിരിക്കുന്നത്. ആ അറ്റാക്ക് എവിടെ നിന്നാണോ വന്നത്, അത് ഏത് സബ്മറൈനാണ്, അത് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനപരമായിട്ടുള്ളൊരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഈ ഖമേനിയുടെ അടുത്ത ഒരു കയ്യാളായിരുന്ന അല്ലെങ്കിൽ അടുത്ത ഒരു എയ്ഡായിരുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന്, മുഹമ്മദ് മൊഖാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ എത്ര നാൾ വേണമെങ്കിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. മറു സൈഡിൽ IDF-ന്റെ സൈഡിൽ നിന്ന് ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. 1-2 ആഴ്ചകൾക്ക് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ആഴ്ചകളോളം 2 ആഴ്ചയോളം ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുവാൻ IDF പദ്ധതി ഇടുന്നുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകളിലെല്ലാം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഡെസ്കിൽ നിന്നും ജോയ്സ് നമ്മോടൊപ്പം ചേരുകയാണ്. ജോയ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത ആ ഒരു തത്സമയ സംപ്രേഷണത്തിന് ശേഷം കഴിഞ്ഞ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ അതീവ സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് മധ്യപൂർവേഷ്യയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്താണ് ജോയ്സ്? ജോർജി, നമ്മൾ അറിഞ്ഞതൊക്കെ ശരിയാണ്. അതായത് ഇസ്രായേലും അമേരിക്കയും വളരെ ശക്തമായി തന്നെ ഇറാനിൽ വലിയൊരു ആക്രമണ പരമ്പര തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ കയറി ഇറാന്റെ ഒരു ഫൈറ്റർ ജെറ്റ് വീഴ്ത്തുവാനുള്ള ഒരു മുന്നേറ്റം പോലും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക പുതിയൊരു സന്നാഹവും കൂടെ ഒരുക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് കൂടുതൽ സൈനികരും കൂടുതൽ ആയുധ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ
ഒക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക ഇറക്കുകയാണ് എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളിൽ 300-ലധികം ലോഞ്ചർ സൈറ്റുകൾ ഇപ്പോൾ ഇറാനിൽ തകർന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിൽ തുടർച്ചയായിട്ടുള്ള ഒരു സ്ഫോടന പരമ്പര തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെയാണ് ആ ഒരു സ്ഫോടന പരമ്പരയിൽ തന്നെയാണ് ഈ ഒരു റഷ്യൻ നിർമ്മിത ഫൈറ്റർ ജെറ്റ് യാക്ക് 130 എന്ന് പറയുന്ന ഒരു ജെറ്റ്, അത് ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ശരിക്കും ഒരു ഇറാനിലേക്ക് കയറി ഇറാന്റെ തലസ്ഥാനത്ത് തന്നെ കയറി ഇറാനെ അടിക്കാനുള്ള ഒരു ധൈര്യം ഇസ്രായേലും അമേരിക്കയും കാണിച്ചു എന്ന് പറയുമ്പോൾ അത് ശരിക്കും എത്രത്തോളം അവിടെ ഒരു പ്രത്യാക്രമണം നടക്കുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഭരണ നേതാക്കളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത നേതാക്കന്മാരും സൈനിക ഉദ്യോഗസ്ഥരും കാര്യങ്ങളും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഇനി ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ ഒരുമിച്ച് തീർക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാരെ ഒരുമിച്ച് തീർക്കുവാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ പോയേക്കാം. ചിലപ്പോൾ അത് തന്നെയായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ സമുദ്രപരിധിക്കുള്ളിൽ ഒരു മുങ്ങിക്കപ്പലിൽ നിന്നുമുള്ള അറ്റാക്കിൽ ഒരു ഇറാനിയൻ വാർഷിപ്പ്, അതായത് ഇറാന്റെ ഒരു വാർഷിപ്പ് തകർന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ വാർഷിപ്പ് തകർന്നത് മാത്രമല്ല, നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ശ്രീലങ്കയുടെ തീരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഒരു സമുദ്ര പരിധി എന്ന് പറയുന്നത് അധികം ദൂരെ അല്ല എന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഈ കാര്യത്തിൽ സൂചിപ്പിക്കണം. അപ്പോൾ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് പരക്കുകയാണോ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഒരു ഇൻവോൾവ് ആകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് ഭയക്കേണ്ടതിരിക്കുന്നു ശരിക്കും ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ. അതായത് ഇറാന്റെ യുദ്ധക്കപ്പലിൽ നിന്നും 30 പേരെയാണ് ഇപ്പൊ രക്ഷിച്ചിരിക്കുന്നത്. ഈ തകർന്നുകൊണ്ടിരുന്ന ഒരു യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഒരു 30 പേരെയാണ് ഇപ്പോൾ രക്ഷിക്കാൻ ശ്രീലങ്കൻ സൈന്യത്തിന് സാധിച്ചിരിക്കുന്നത്. അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ശ്രീലങ്കൻ സൈന്യം ഇപ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ മൊത്തം ഒരു 180ഓളം പേരായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ 78ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 101 പേരെ കാണാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഭ്യന്തര കലാപം, അതായത് ആഭ്യന്തരമായിട്ടുള്ള ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി കൊഴുപ്പിക്കുവാനായിട്ട് അമേരിക്ക ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നമുക്കറിയാം കുർദിഷ് പോലുള്ള ആൾക്കാർ, അതുപോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സമൂഹങ്ങൾ ഈ ഓൾറെഡി ഇറാനുമായിട്ട് പ്രശ്നത്തിലാണ്, ഇറാന്റെ ഭരണകൂടവുമായിട്ടുള്ള പ്രശ്നത്തിലാണ്. അതുപോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ഓൾറെഡി അവിടുത്തെ ഇറാനിയൻ ഭരണകൂടവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം സംഘടനകളെ ഒന്നുകൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും കാര്യങ്ങളും ഒക്കെ നൽകി അവരെ യുദ്ധമുഖത്ത് തന്നെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ തന്നെ സജീവമാക്കി നിർത്തുവാനുള്ള എല്ലാ ഇടപെടലുകളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ടാണ് പുതിയൊരു വാർത്ത നമുക്ക് അറിയാൻ സാധിക്കുന്നത്, പുതിയ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറാനിൽ നിന്നും വരുന്ന മിസൈലുകളുടെ ഒരു തോത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. അതായത് ഇറാനിൽ നിന്നുമുള്ള ഒരു തിരിച്ചടിയുടെ തോത് വളരെ വലിയൊരു മാറ്റം വന്നിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, 3 രാജ്യങ്ങൾ തുടങ്ങിയ ഒരു യുദ്ധം അതിപ്പോൾ 13-ലധികം രാജ്യങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് ഇനി ശ്രീലങ്ക അതുപോലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഡ്രാഗ് ചെയ്യപ്പെടുമോ എന്നതും വളരെ സംശയത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്, അതിന്റെ വിശദാംശങ്ങൾ തന്നെയാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു ആക്രമണത്തിന്റെ വാർത്ത തന്നെയാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ പുറത്തു വരുന്നത് ഈ സൗദി എണ്ണപ്പാടത്തിന് നേരെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ 2 ദിവസത്തിനുള്ളിൽ ഇത്